ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചൂടുകാലമായ കാരണം മിക്കവാറും എല്ലാവരുടെ വീട്ടിലും റോബസ്റ്റ പഴം വാങ്ങിച്ചു കഴിഞ്ഞാൽ റോബസ്റ്റ പഴത്തിന് ഒരു കുഴപ്പമുള്ളത് 2 ദിവസം കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് പഴുപ്പ് കൂടും. പഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ പഴം വീട്ടിലുണ്ടെങ്കിൽ കളയണ്ട, അടിപൊളി ബനാന കേക്ക് ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബനാന കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ കേക്ക് ടിൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എടുത്ത് ഇങ്ങനെ ഒന്ന് തടവി റെഡിയാക്കി വെക്കുക. ബട്ടർ അല്ലെങ്കിൽ ഓയിലോ ഏതെങ്കിലും എടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്യണ കാര്യമൊക്കെ ഉള്ള വീഡിയോ വേറെ ഉണ്ട് കേട്ടോ. ഇത് തന്നെ പിന്നെ വീണ്ടും വീണ്ടും കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ അളവിന് കട്ട് ചെയ്തെടുത്തിട്ട് അടിയിൽ മാത്രം ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ മുകളിലും കൂടെ ഓയിലൊന്ന് തടവി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ മൈദ 1.5 കപ്പ് വേണം. അപ്പോൾ ഇത് 1/2 കപ്പിൻ്റെ പാത്രമാണ് കേട്ടോ. 1/2 കപ്പാണ് ഇത്. അതുകൊണ്ട് 3 പ്രാവശ്യം ഇങ്ങനെ വടിച്ചെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്കൊക്കെ കുത്തി നിറച്ചെടുക്കണ്ട, ഇങ്ങനെ വടിച്ചെടുക്കാം. അങ്ങനെ 3 പ്രാവശ്യം ഇട്ടപ്പോൾ നമുക്ക് 1.5 കപ്പ് കിട്ടി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതും ഇതുപോലെ വടിച്ചെടുത്തിട്ട് ലെവൽ ചെയ്തത്. ബേക്കിംഗ് സോഡയും അതെ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ പട്ട പൊടിച്ചതാണ് കേട്ടോ, കറുവപ്പട്ടയിൽ അത് പൊടിച്ചതാണ്. അത് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം നമുക്ക്. ഇത് വേണമെങ്കിൽ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രത്തിലിട്ടിട്ട് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ അതേ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ശരിയായി. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പഴമാണ് കേട്ടോ. നല്ല പഴുത്ത പഴം ഉണ്ടാവില്ലേ, റോബസ്റ്റ, അങ്ങനത്തെ പഴം എടുക്കുക. പഴുപ്പ് കുറഞ്ഞത് അത്ര സ്വാദം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പഴമൊക്കെ കഴുകിയിട്ടാണ് ഇങ്ങനെ തൊലി പൊളിച്ചത് കേട്ടോ. പിന്നെ ഒട്ടും വെള്ളം പാടില്ല. ഈ കേക്ക് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കാൻ പോകുന്ന ഈ ട്രേയിലൊന്നും ഒട്ടും വെള്ളം പാടില്ല. ഒറ്റ സാധനത്തിലും വെള്ളം പാടില്ല കേട്ടോ. വെള്ളമൊന്നും ഇല്ലാണ്ട് എടുത്തോളൂ. അപ്പോൾ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ എടുത്തോളൂ. ഇതിങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ വേഗം ഇങ്ങനെ ഉടഞ്ഞ് അലിഞ്ഞ് കിട്ടും നമുക്ക്. പഴം എല്ലാതും അലിഞ്ഞെടുത്തു കേട്ടോ. ഇനി 3/4 കപ്പ് പഞ്ചസാര ചേർത്തു. ഇത് വേണമെങ്കിൽ നമുക്ക് ബ്രൗൺ ഷുഗർ ചേർക്കാം കേട്ടോ. ഈ വൈറ്റ് അല്ലെങ്കിൽ ബ്രൗൺ ഏത് വേണമെങ്കിലും ചേർക്കാം. അത് ഇനി പഞ്ചസാര അലിയുന്ന വരെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിയണം കേട്ടോ. ഒരു 30 സെക്കൻഡ് ഒക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ പഞ്ചസാര അലിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മുട്ട, അതും റൂം ടെമ്പറേച്ചറിലുള്ളത്, ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ഇടാൻ പാടില്ല കേട്ടോ. 2 മുട്ട ഒഴിച്ചു കൊടുത്തു. ഇനി അതും നന്നായിട്ട് ഒരു 30 സെക്കൻഡ് നന്നായിട്ട് ഇങ്ങനെ വിസ്ക് കൊണ്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് മിക്സിയിലൊന്നും ഇട്ട് അടിക്കണ്ട കേട്ടോ. നമുക്ക് മിക്സി വേണ്ട, ബീറ്ററും വേണ്ട, ഒന്നും വേണ്ട. ഇനി 1/3 കപ്പ് മെൽറ്റഡ് ബട്ടർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കാം കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കാം. ബട്ടർ എടുത്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അതിട്ടിട്ട് അതും ഒരു 30 സെക്കൻഡ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ഒരു 30 സെക്കൻഡ്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് വേണം. അതും റൂം ടെമ്പറേച്ചറുള്ളത് തന്നെ. അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയായി. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ആ പൊടിയില്ലേ, അത് ഒന്നും കൂടെ അരിപ്പ് വെച്ചിട്ട് കുറേശ്ശെ ഇട്ട് ഇതിലേക്ക് അരിച്ചിട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. എല്ലാം കൂടെ ഒന്നിച്ചിടണ്ട. ഇത് വേഗം ചെയ്യാൻ പറ്റും കേട്ടോ. കട്ടയില്ലാണ്ട് പതുക്കെ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലെടുത്തിരിക്കുന്ന അളവുകളൊക്കെ ഇതുപോലെ തന്നെ എടുക്കണം കേട്ടോ. ഒട്ടും മാറ്റം വരുത്താൻ പാടില്ല. അപ്പോഴാണ് ഇതുപോലെ നല്ല കേക്കായി കിട്ടുക. ഈ മധുരം പാകത്തിനുള്ള മധുരമാണ് കേട്ടോ. ഒട്ടും കൂടുതലില്ല. നമ്മൾ എലൈറ്റിൻ്റെ ബനാന കേക്ക് വാങ്ങിക്കില്ലേ, ഒരു കപ്പ് കേക്കായിട്ട് കിട്ടും. ശരിക്കും അതേ ടേസ്റ്റാണ് ഈ കേക്കിന്.
ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി അധികം ഇളക്കമൊന്നും വേണ്ട, പിന്നെ മിക്സിയിലൊന്നും ഒട്ടും അടിക്കണ്ട കേട്ടോ. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേ നേരം ഒന്നും ചെയ്യണ്ട കേട്ടോ, 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മളവിടെ ഓയിലൊക്കെ തേച്ച് വെച്ച ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് 6 ഇഞ്ചിൻ്റെ ട്രേ ആണ്. 7 ഇഞ്ചിൻ്റെ ട്രേ ആണെങ്കിൽ ഇത് മൊത്തം ഒഴിച്ചു കൊടുക്കാം. ഇതിവിടെ 7 ഇഞ്ചിൻ്റെ ട്രേ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഈ ട്രേയിൽ പകുതി ഒഴിച്ചു, പിന്നെ മറ്റേ ചെറുതിൽ ഒഴിച്ചു ബാക്കിയുള്ളത്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ട്രേ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒഴിക്കാനുള്ളതുള്ളൂ കേട്ടോ. ഇനി അത് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 30 എണ്ണ വരെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ എയർ ബബിൾസൊക്കെ പോയി ശരിയായിട്ട് വരും. അങ്ങനെ രണ്ടും ശരിയായിട്ടാ. അപ്പോൾ നമ്മൾ ഈ പൊടിയൊക്കെ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ കുക്കറിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ 2 കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തുറന്ന് നമ്മളത് ഇത് പ്രസ്റ്റീജിൻ്റെയാണ്. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഗ്യാസ്കറ്റ് ഇട്ടിട്ടുണ്ട്. മറ്റേതിൻ്റെ ഉള്ളിൽ ഇത് എന്താ പറയുക, ഹോക്കിൻസിൻ്റെയാണ്. ഇതിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് അതിന് ഗ്യാസ്കറ്റ് ഇട്ടിട്ടില്ല. ഇത് പഴയ ഒരു കുക്കറാണ്, ഒരു 30 കൊല്ലം മുമ്പുള്ള കുക്കറാണ്. അത് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ എടുക്കണതാണ്. അങ്ങനെ അതിൽ വെച്ചിട്ട് നമ്മൾ ഈ കുക്കറിൽ വെച്ചില്ലേ, കുക്കറിൽ വെച്ച് കഴിഞ്ഞിട്ട് തീ സിമ്മിനും മീഡിയത്തിനും ഇടയിലുള്ള ഫ്ലെയിമിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 30 മിനിറ്റ് അലാം സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ടൈമർ വയ്ക്കുക. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കാൻ പാടുള്ളൂ. ഇനി 30 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കി, എന്നിട്ട് നമ്മളൊന്ന് കുത്തി നോക്കാം. അപ്പോൾ കണ്ടില്ലേ, കുറച്ചൊന്ന് പിടിക്കാനുണ്ട്, പിന്നെ കളറൊന്നും മാറാനുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അടച്ചു വെച്ചു. ഇനി 30 മിനിറ്റ് കഴിയുമ്പോൾ സിമ്മിൽ വയ്ക്കുക. സിമ്മിൽ വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. 10-15 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. അത് കഴിയുമ്പോൾ നമ്മളിത് കുത്തി നോക്കുക, അതിൻ്റെ ഉള്ളിൽ പിടിക്കില്ല, റെഡി ആയിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ നമ്മളെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ടവലിട്ടിട്ട് മൂടി വയ്ക്കാം. പിന്നെ തണുക്കുമ്പോൾ നമുക്ക് തുറക്കാം. ഇതിപ്പോൾ രാത്രിയാണ് അത് ഉണ്ടാക്കി വെച്ചത്. ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ അത് മുറിക്കണത്. പിന്നെ സൈഡിൽ കൂടെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ വേഗം വിട്ടുപോരും. അപ്പോൾ ടൈം വെക്കണ വേവാനുള്ള സമയം ആദ്യം 30 മിനിറ്റ് കേട്ടോ. നമ്മൾ ടൈമർ വെച്ച് കറക്റ്റ് നോക്കണം. അതിൻ്റെ 30 മിനിറ്റ് ആകുമ്പോൾ ഒരു 25 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ ആവിയൊക്കെ വന്നു തുടങ്ങും, മണം വന്നു തുടങ്ങും. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ തുറന്നാൽ മതി കേട്ടോ. നമ്മുടെ കേക്ക് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നട്ട്സൊക്കെ ഇടണമെങ്കിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് ചായക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. പെട്ടെന്ന് നമ്മൾ ചായക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ കാലത്ത് ഉണ്ടാക്കി വൈകുന്നേരം ആകുമ്പോഴേക്കും കഴിക്കാൻ പറ്റും. അങ്ങനെ ഇത് ചെറിയ കേക്ക് ഇതുപോലെ കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കല്ലേ. ഇനി റോബസ്റ്റ പഴം കൂടുതലായിട്ട് പഴുത്തതുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോ. ഇതിൽ നട്ട്സ് വേണമെങ്കിൽ ഇടാം. പിന്നെ ചെറുതായിട്ട് എന്താ പറയുക, കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ ഒരു പിടിയൊക്കെ എന്താ പറയുക, നമ്മൾ ഫ്രൂട്ട്സ് ആ പഴം ഇങ്ങനെ അലിയിച്ച് കൊടുക്കില്ല, ആ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമില്ല. നട്ട്സ് ആണെങ്കിൽ ഒരു 5-10 നട്ട്സ് എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അവസാനം ഇതിലിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടുള്ള ബനാന കേക്കാണ്. നട്ട്സ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ 30 മിനിറ്റ് ആദ്യം വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് കൂടെ വെക്കണം. അപ്പോൾ 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുക. വെന്തും തോന്നുക, കുത്തി നോക്കിയിട്ട് അതുമ്മ ആ കമ്പിയിലൊന്നും പിടിക്കുന്നില്ലെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ടാവും. ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. 30 മിനിറ്റിന് മുമ്പ് തുറന്ന് നോക്കരുത്, അപ്പോൾ ഇതിങ്ങനെ പുഴിഞ്ഞു പോവും. അതുപോലെ തന്നെ 30 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ സിമ്മിൽ വെക്കണം. സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബ്രൗൺ കളറായിട്ട് കിട്ടുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കണ്ടില്ലേ നമ്മുടെ കേക്ക് നല്ല അടിപൊളി കേക്കായില്ലേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല സ്വാദുണ്ട് കേട്ടോ. അധികം മധുരമൊന്നുമില്ല, ആർക്കും വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഭയങ്കരമായിട്ടുള്ള മധുരമൊന്നും തോന്നില്ല ഇതിന്. പാലിൻ്റെയും മറ്റേ കറുവപ്പട്ടയുടെയൊക്കെ മണമായ കാരണം നല്ല സ്വാദുണ്ട്. എനിക്ക് ശരിക്കും തോന്നിയത് ആ എലൈറ്റിൻ്റെ ബനാന കേക്കിൽ അത് കഴിക്കുന്ന പോലെയാണ് തോന്നിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.